ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാൻ 3 തരത്തിലുള്ള ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയേ ഉള്ളായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 സ്നാക്സാണ്. അപ്പോൾ ആദ്യത്തേന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടേക്ക് ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി നല്ലപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുടെ ഒരു പീസ് ക്ലീൻ ചെയ്ത് അതും കൂടിയും അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെ പീസും കൂടിയും ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി നല്ലപോലെ ചെറുതായിട്ട് മുറിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടേക്ക് തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മൈദ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്യാബേജിൽ നിന്നും ഉള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം മാത്രം മതി. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പിൽ നിന്നും എല്ലാത്തിൽ നിന്നും വെള്ളം ഇറങ്ങി വരുമ്പം അത് മതി. അതിനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾക്കിതൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ ചെറിയൊരു ബോള് പോലെ ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുത്തിട്ട് ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ മുരിച്ച് കരികരിപ്പായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഇത് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ തോന്നും ഇത്രയേ ഉള്ളൂ പണി, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് എന്ത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്ത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണിത്. 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് ഇത് ചൂടായ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂടെ നമ്മൾക്ക് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ ഇഞ്ചിയുടെ ടേസ്റ്റും കരിവേപ്പില പച്ചമുളക് അതിൻ്റെ കൂടെ വെജിറ്റബിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയും ടേസ്റ്റ് കൂടെ വരുമ്പം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഒട്ടും വഴറ്റാതെയൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കരികരിപ്പായിട്ട് കടിക്കും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ചെറിയ ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 1/2 സ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ജീരകം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2.5 വലിയ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾക്ക് നല്ലപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നല്ല കട്ടിയായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല കട്ടിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതുപോലെ തന്നെ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് സാധാരണ പഴംപൊരിയുടെ വേറൊരു വെറൈറ്റിയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം വേറെയാണ്. ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്, ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കുറച്ച് വേറെ ആയിരിക്കും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചായക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ്. ഇത് നമ്മൾ പഴം നീളത്തിലെല്ലാം മുറിച്ചിട്ട് എള്ളെല്ലാം ചേർത്ത് നമ്മൾ പഴംപൊരിയായിട്ട് വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ടേസ്റ്റിൽ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. ജീരകവും ഏലക്കാപ്പൊടിയും എല്ലാം പഞ്ചസാര എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടിയും ഇതിനൊരു ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ചായക്ക് കഴിക്കാൻ പാകത്തിന് 5-10 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴം എല്ലാം കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് അതും ചായയുടെ കൂടെ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്നൊന്ന് കുറിക്കാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു പലഹാരമാണ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾക്കിതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ്. അപ്പോൾ ആ പലഹാരം നമ്മൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്, പുറമെല്ലാം കുറേശ്ശെ നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉഴുന്ന് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു. ഇത് നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ ഉഴുന്ന് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയൊരു സവാള മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ നല്ലപോലെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, 1 സ്പൂൺ മതി, 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കുക. ഇനി ഇതും നമ്മൾക്ക് 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഉഴുന്നുവടയല്ലേന്ന് തോന്നും. ഉഴുന്നുവടയെല്ലാം ഉണ്ടാക്കാൻ നമ്മൾക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്യണം, പിന്നെ അതിൽ നടുക്കൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ്. ഉഴുന്നുവടയിൽ നമ്മൾക്ക് ഉള്ളി പച്ചമുളകെല്ലാം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിടും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഒന്നിച്ച് ചേർത്ത് അരച്ചെടുത്തേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറം ഭാഗം എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.